ദൂതന്മാർ. നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ദൂതന്മാരുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ധാരണയുണ്ടാകും. നീണ്ട വെളുത്ത വസ്ത്രമുള്ള, നല്ല വെളുത്ത ചിറകുകളുള്ള, ചിലപ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭ വലയമുള്ള രീതിയിൽ വരച്ചിട്ടുള്ള രീതിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സ്വർഗീയ ജീവികളെയാണ് ദൂതന്മാർ എന്ന് പറയുന്നത്. മാലാക്ക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കേരുബുകളുടെ രൂപം പല സ്ഥലങ്ങളിലും വരച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വില്ലും അമ്പും പിടിച്ചിരിക്കുന്ന അല്പം തടിച്ച ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലും ഈ രൂപം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സത്യത്തിൽ ദൂതന്മാരുടെ രൂപം അങ്ങനെയല്ല. ബൈബിൾ അങ്ങനെയല്ല അത് പറയുന്നത്. ബൈബിൾ പറയുന്ന ദൂതന്മാർ ഇതാണ്. ഇത് സത്യം പറഞ്ഞാൽ ബൈബിളിലുള്ളതല്ല, ഹൊറർ ഫിലിംസിൽ വലുതുള്ള മൃഗങ്ങളായിരിക്കുമെന്ന് തോന്നും. അത്രയ്ക്കും ഞെട്ടിക്കുന്നതാണ് ഈ രൂപം. അങ്ങനെയാണെങ്കിൽ ഈ ജീവികൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ രൂപം ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൂതന്മാരെ മനുഷ്യരൂപത്തിൽ തെറ്റിദ്ധരിക്കാനും വരയ്ക്കാനുള്ള കാരണം, അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ദൂതന്മാർ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്നോ, അതായത് ക്രിസ്ത്യൻസിനുള്ള ബൈബിളിന്റെ ആദ്യ പകുതിയിൽ നിന്നോ, അല്ലെങ്കിൽ ജൂതന്മാർക്കുള്ള തനാക്ക് എന്നറിയപ്പെടുന്ന മുഴുവൻ ബൈബിളിൽ നിന്നോ ഉള്ളതാണ്. BC 6 നൂറ്റാണ്ട് മുതൽ BC 3 നൂറ്റാണ്ട് വരെ ഇന്നത്തെ ഇസ്രായേലിലും പാലസ്തീനിലും വെച്ചായിരുന്നു പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത്. ബൈബിൾ ചരിത്രങ്ങളെല്ലാം വളരെ പഴക്കമുള്ളതാണെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഗ്രീക്ക് പദമായ ആഞ്ചലോസിൽ നിന്നാണ് നമുക്ക് ദൂതൻ എന്ന പദം ഉണ്ടായത്. ഈ വാക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായത് മലാഖ് എന്ന എബ്രായ പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം സന്ദേശവാഹകൻ എന്നാണ്. ഈ ദൂതന്മാർ പഴയ നിയമത്തിൽ പലതവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദൈവത്തിന്റെ സന്ദേശങ്ങൾ കൊണ്ടുവരുന്നവരാണ്. ചില സമയത്ത് അവർ ദൈവത്തെ പ്രതിനിധീകരിക്കാറുമുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്തിലെ ആദ്യ പുത്രന്മാരെയെല്ലാം കൊന്നുകളഞ്ഞ പെസഹ മരണദൂതനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല 70,000 ഇസ്രായേലിനെ കൊന്നൊടുക്കിയ ദൂതനെയും ഒറ്റ രാത്രിയിൽ 1,80,000 അസ്രിയൻ പട്ടാളക്കാരെ ഒറ്റയടിക്ക് കൊന്നൊടുക്കിയ ദൂതന്മാരെയും നമുക്കറിയാം. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ദൂതന്മാർക്ക് ചിറകുകൾ ഉള്ളതായിട്ട് പറയുന്നില്ല. സത്യം പറഞ്ഞ ഒരു സാധാരണ മനുഷ്യരെ പോലെയാണ് അവരുടെ രൂപം. ദാനിയേൽ പോലുള്ള പിൽക്കാല ബൈബിൾ ഗ്രന്ഥങ്ങളിൽ ചില ദൂതന്മാർക്ക് പേരുകളുണ്ടെന്ന് പോലും പറയുന്നുണ്ട്. ഗബ്രിയേൽ, റഫായേൽ, മിഖായേൽ എന്നൊക്കെ. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇതെല്ലാം നാം നേരത്തെ കണ്ടതുപോലെ ഞെട്ടിക്കുന്ന രൂപമുള്ളതല്ല. സ്വർഗത്തിൽ മലാഖ് എന്നറിയപ്പെടുന്ന ദൂതന്മാർ മാത്രമേ ഉള്ളൂ എന്നല്ല ബൈബിൾ പറയുന്നത്. പല തരത്തിൽപ്പെട്ട ദൂതന്മാരുണ്ട്. അതിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ദൂതന്മാർ വളരെ താഴത്തെ തട്ടിലുള്ളവരാണ്. മധ്യ കാലഘട്ടത്തിൽ മയോമനിഡസ് എന്നറിയപ്പെടുന്ന ഒരു ജൂത പണ്ഡിതൻ ദൂതന്മാർ എത്ര തരത്തിലുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റിൽ നോക്കിയ മനുഷ്യരായിട്ട് ബന്ധമുള്ള മലാഖ് എന്ന് പറയുന്ന ദൂതന്മാർ ആ ലിസ്റ്റിൽ ഏറ്റവും താഴെയുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാവും. കേരുബുകൾ അവരെക്കാൾ ഉയർന്നവരാണ്. തടിച്ച ചിറകുള്ള കുഞ്ഞു മാലാഖമാരെ ഓർക്കേണ്ട കാര്യമില്ല. ബൈബിൾ പറയുന്നതനുസരിച്ച് കേരുബുകൾ മൃഗ മനുഷ്യ രൂപം മിക്സ് ചെയ്ത ഒരു രൂപമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ഉടൻ തന്നെ ഈ കേരുബുകളെ നമുക്കവിടെ കാണാൻ പറ്റും. ഏദൻ തോട്ടത്തിൽ മനുഷ്യർ കയറാതെ സൂക്ഷിക്കുക എന്നതാണ് അവരുടെ ജോലി. കേരൂബിന്റെ രൂപത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണം എഹെസ്കേൽ പുസ്തകത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ ഒരു ദർശനത്തിൽ ഈ ജീവിയെ കണ്ടു. ആ ദർശനത്തിൽ ആദ്യം എഹെസ്കേൽ അതിനെ ജീവികൾ എന്നാണ് വിവരിക്കുന്നത്. എന്നാൽ പിന്നീട് 10-ാം അധ്യായത്തിൽ അതിനെ കേരുബുകൾ എന്ന് പറയുന്നു. ആ വിവരണം ഇങ്ങനെയാണ് പറയുന്നത്: അതിനുള്ളിൽ 4 ജീവികൾക്കും തുല്യമായ രൂപങ്ങളുണ്ടായിരുന്നു. മനുഷ്യ സാദൃശ്യമുള്ള ഒരു രൂപമായിരുന്നു അവയ്ക്ക്. അവ ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. അവയുടെ കാലുകൾ എരുജവും പാദങ്ങൾ കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. അവ മിനുക്കിയ വെങ്കലം പോലെ തിളങ്ങിയിരുന്നു. അവയുടെ 4 ചിറകുകൾക്കും കീഴിൽ മനുഷ്യൻ്റേതുപോലെയുള്ള കൈകൾ ഉണ്ടായിരുന്നു. 4 ജീവികൾക്കും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും ചിറകുകളും മറ്റൊന്നിൻ്റെ ചിറകുകളോട് തൊട്ടിരുന്നു. അവ മുന്നോട്ട് പോകുമ്പോൾ വശങ്ങളിലേക്കൊന്നും തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. അവയുടെ മുഖത്തിന്റെ ആകൃതി ഇപ്രകാരമായിരുന്നു: 4 ജീവികൾക്ക് മുൻഭാഗത്ത് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളയുടെ മുഖവും 4ന്റെയും പിൻവശത്ത് കഴുകന്റെ മുഖവും ഉണ്ടായിരുന്നു. ഇപ്രകാരമായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകളിൽ 2 എണ്ണം മേലോട്ട് വിരിച്ചിരുന്നു. ഓരോന്നിന്റെയും ഈ 2 ചിറകുകൾ പരസ്പരം സ്പർശിച്ചും ഈ 2 ചിറകുകൾ ശരീരത്തെ മറച്ചുവരുന്നു. ഓരോന്നും നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ടിടത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഈ 4 ജീവികളുടെ മധ്യത്തിൽ കത്തുന്ന തീക്കനൽ പോലെയോ അവയ്ക്കിടയിൽ തന്നെ മുമ്പോട്ടും പിൻപോട്ടും ചലിക്കുന്ന പന്തം പോലെയോ ഉള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ആ തീ ഉജ്ജ്വലമായിരുന്നു. അതിൽ നിന്ന് മിന്നൽ പിണറുകൾ പുറപ്പെടുന്നുണ്ടായിരുന്നു. ജീവികൾ മിന്നൽ പിണറുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. കേരുബുകൾ നാം സാധാരണ കാണുന്നത് പോലെയുള്ള ദൂതന്മാരല്ല.
പുണ്യസ്ഥലങ്ങളെ സംരക്ഷിക്കുന്ന വളരെ ശക്തിയുള്ളവരാണ് ഈ കേരുബുകൾ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്ര ശക്തി ഈ സ്വർഗീയ ജീവികൾക്കുണ്ട്. ഈ ലിസ്റ്റിൽ അടുത്തുള്ളത് സേറാഫുകളാണ്. അവർക്ക് 6 ചിറകുകളുണ്ട്. 2 പറക്കാൻ ഉപയോഗിക്കും. അടുത്ത 2 ചിറകുകൾ ദൂതന്മാരുടെ മുഖം മൂടാൻ ഉപയോഗിക്കും. 3ാമത്തെ ജോഡി മാലാഖയുടെ കാലുകൾ മൂടാനായിട്ട് ഉപയോഗിക്കും. ഏശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, സാറാഫുകൾ അവിടുത്തെ മുകളിലായി നിന്നിരുന്നു. ഓരോ സാറഫിനും 6 ചിറക് വീതം ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. അവർ പരസ്പരം ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യൻ ദൈവശാസ്ത്രം അനുസരിച്ച് ദൂതന്മാരുടെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഗായക സംഘമാണ് ഈ സാറാഫുകൾ. അവർ ദൈവത്തിന്റെ സിംഹാസനത്തെ പരിപാലിക്കുന്നവരാണ്. എല്ലാ ദിവസവും എല്ലാ സമയവും പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പാടുന്നവരാണ്. സാറാഫ് എന്ന വാക്കിൽ നിന്നാണ് സാറാഫുകൾ എന്ന പേര് വന്നത്. അതിന്റെ അർത്ഥം കത്തിക്കുക, ചുട്ടുകളയുക എന്നതാണ്. എന്ന് പറഞ്ഞ സാറാഫുകൾ കത്തി ജ്വലിക്കുന്ന ജീവികളാണ്. ശരി, ഈ സാറാഫുകൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. സാറാഫുകൾ എന്ന് അതിന്റെ പേരിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മരുഭൂമിയിലുള്ള വിഷപ്പാമ്പിന്റെ എബ്രായ പദം സാറാഫ് എന്നാണ്. പുരാതന ഈജിപ്തിൽ മൂർഖനെ പലപ്പോഴും ജ്വലിക്കുന്നവൻ, തിളങ്ങുന്നവൻ എന്നാണ് വിളിച്ചിരുന്നത്. സാറഫ് എന്നത് മൂർഖന്റെ എബ്രായ പദമാണ്. പാമ്പിന്റെ ശരീരത്തിൽ ചിറകുള്ള രൂപമാകാനാണ് സാധ്യത എന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ബൈബിളിലെ ഏറ്റവും വിചിത്രമായ ഒരു സ്വർഗീയ ജീവിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ചക്രങ്ങൾ അല്ലെങ്കിൽ ഒഫനീംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ പുറത്തു മുഴുവൻ കണ്ണുകളുണ്ട്. തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ജോഡി സ്വർണ്ണ ചക്രങ്ങളാണ്. അത് ആകാശത്ത് ഏത് സമയത്തും പറന്നു നടക്കുന്ന ഒരു ജീവിയാണ്. കേരുബിനെ കണ്ട അതേ ദർശനത്തിൽ തന്നെ ഈ ജീവികളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ ദർശനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ഓരോന്നിന്റെയും അടുത്ത് ഓരോ ചക്രം ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ രൂപവും പണിയും തിളങ്ങുന്ന പുഷ്യരാഗം പോലെ ആയിരുന്നു. 4നും ഒരേ ആകൃതിയായിരുന്നു. അവയുടെ രൂപവും പണിയും ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊരു ചക്രം ഉള്ളതുപോലെയായിരുന്നു. അവ പോകുമ്പോഴെല്ലാം ജീവികൾ അഭിമുഖമായി നിന്നിരുന്ന 4 ദിക്കുകളിൽ ഏതെങ്കിലും ദിക്കുകളിലേക്ക് അവയ്ക്ക് പോകാം, തിരിയേണ്ട ആവശ്യമില്ല. 4 ചക്രങ്ങളുടെയും ചുറ്റുവളയങ്ങൾ വളരെ ഉയരമുള്ളതും ഭയാനകവുമായിരുന്നു. 4ന്റെയും ചുറ്റുവളയങ്ങളുടെ ചുറ്റും കണ്ണുകളുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോഴെല്ലാം ചക്രങ്ങളും അവയോടൊപ്പം പൊയ്ക്കൊണ്ടിരുന്നു. ജീവികൾ ഭൂമിയിൽ നിന്ന് പറന്നുയരുമ്പോൾ ചക്രങ്ങൾ ഉയർന്നിരുന്നു. ആത്മാവിന് ഏത് ദിക്കിലേക്ക് പോകണമോ ആ ദിക്കിലേക്ക് അവ പൊയ്ക്കൊണ്ടിരുന്നു. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് ചക്രങ്ങളും അവയോടൊപ്പം ഉയർന്നിരുന്നു. ചക്രങ്ങൾ അല്ലെങ്കിൽ ഒഫനീംസ് ദൈവത്തിന്റെ സിംഹാസനം വഹിക്കാനായിട്ടുള്ള ജീവികളാണ്. അത് ബൈബിളിൽ തന്നെ ഏറ്റവും വിശുദ്ധവും മാത്രമല്ല വിചിത്രവുമായ ജീവികളിൽ ഒന്നാണ്. ഈ ചക്രങ്ങൾ അല്ലെങ്കിൽ ഒഫനീംസിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. പല ബൈബിൾ പണ്ഡിതന്മാരും ഈ ചക്രങ്ങളെ ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത എന്ന് വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ ചക്രങ്ങളെക്കുറിച്ച് ആർക്കും തന്നെ കൂടുതൽ അറിയില്ല. വേറെ ഒരു സ്ഥലത്തും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. കേരുബുകൾ, സാറാഫുകൾ അല്ലെങ്കിൽ ഒഫനീംസ്, അതായത് ചക്രങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ദൂതന്മാർക്ക് സത്യത്തിൽ ഇങ്ങനെയൊക്കെ രൂപം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പവും ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വർഗീയ ജീവികൾ നാം ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മഹത്വമുള്ള ജീവികളായിരിക്കും. അതിനെ അതിൻ്റെതായ മഹത്വത്തിൽ വിവരിക്കാൻ കഴിയാത്തതുകൊണ്ട് അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ആ ഭാഷയിൽ അവർ എഴുതി കാണാനാണ് സാധ്യത എന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും സ്വർഗത്തിലുള്ള ദൂതന്മാർ കാണാൻ ഭംഗിയുള്ള ഈ ഒരു തരത്തിൽപ്പെട്ട ദൂതന്മാർ മാത്രമല്ല എന്നുള്ളതാണ് സത്യം. സ്വർഗത്തിൽ പോകുന്നവൻ ഉറപ്പായിട്ടും ഈ വിചിത്ര ജീവികളോട് കൂടെ വേണം സമയം ചെലവഴിക്കാൻ. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ദൂതന്മാരെക്കുറിച്ചും അതിന്റെ വിചിത്രമായ രൂപത്തെക്കുറിച്ചും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ 9 തരത്തിൽപ്പെട്ട ദൂതന്മാർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? അതിനെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ഇടാം. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.